ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ ലേരി ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം 6ാം ദിവസം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ പ്രാധാന്യം വിദ്യാഗോപാല മന്ത്രാർച്ചന. ബ്രാഹ്മണ ക്ഷത്രിയർ വൈശ്യരും ആചാര്യകുലവൃത്തിശ്ചജ്ഞാതിസംബന്ധി പാണ്ഡവീ ശൃണ്വതാമേവ ചൈതേഷാം അപാക്ഷേതമുവാചഃ യുധിഷ്ഠിരോവാച കൃതരാജന ഗോവിന്ദരാജസൂയേന പാവനിം യക്ഷേരുഭൂതിഭിർവർഷണാം കല്യാണീയേന തേ കീർത്തിർലോകാൻ അനുഭവിഷ്യതീം ഋഷീണാം പിതൃദേവാനാം സുഹൃതാമപി ന പ്രഭോ സർവേഷാമനുഭൂതാനാം നിശ്ചിത കൃതരാലയം വിചിത്യ നൃപതീം സർവാന് കൃത്വാ ജഗതിം വശീം സംവൃത്യ സർവസംഭാര ആഹാരസ്യ മഹാകൃതം ഏതേതേ ഭ്രാതരോരാജൻ ലോകപാലാംശ സംഭവാൻ ഇതോ അസ്മ്യാത്മവദാതേഹം ദുർജിയോ യോ വൃതാത്മഭി നഗശ്ചിന്മത്പരം ലോകേ തേജസാ ശ്രിയാം വിഭോധവേർവാദി വാദിഭവേദ്ദേവോ വികുമപാർത്ഥിവാം ശ്രീശുഗോവാച നിശമ്യ ഭഗവത്ഗീതം പ്രീത പുല്ലമുഖാംബുജാം ഭ്രാതുർദിഗ്വിജയേയം ത വിഷ്ണോ തേജോപബൃംഹിതാൻ സഹദേവം ദക്ഷിണസ്യാമാദിശത്സൂർസഞ്ജയാം ദിശീം പ്രതീച്യാം നകുലം ഉദ്ദീച്യാം സവ്യസാചനം പ്രാച്യാം മൃഗോദരം മത്സ്യേ കേകൈകൈ സഹ മദ്രവൈ താ വിജിത്യ തേ വിജിത്യ നൃപാൻ വീരം ആദ്യഭ്യോദിഭ്യോദസാം അജാതശത്രുവേ പൂരിദ്രേണം നൃപയക്ഷതേ ശ്രുത്വാചിന്നം ജരാസന്നം നഭിനം മദ്ന ഇവ വാഹുഭി പ്രണേമോഹൃതവാം മാനോമൂർധഭി പാദയോർഹരേ കൃഷ്ണസന്ദർശനാഹ്ലാദസ്തസംബോധനക്രമ പ്രശം സുർഷീകേശം കീർവി പ്രാഞ്ജലിയോർവാം രാജാന്നോജോ നമസ്തേ ദേവദേവേശ പ്രപന്നാഭ്യാഭ്യാം പ്രപന്നാൻ പാഹിന കൃഷ്ണ നിർവിണ്ണാൻ ഘോരസംസൃതേ നൈനം നാഥാന്ന സൂയാമോ മാഗതം മധുസൂദനാം അനുഗ്രഹോ ഭവതോ രാജ്ഞ. എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചു. അപ്പൊ എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, അന്നമാണ് ഈശ്വരൻ. അപ്പൊ ശിഷ്യൻ എന്ത് ചെയ്തു? അന്നത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി, ദ്രവ്യത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ ശിഷ്യന് മനസ്സിലായി അന്നമല്ല ഈശ്വരൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്നമല്ല ഈശ്വരൻ. ഇപ്പൊ ഗുരുനാഥൻ പറയുകയാണ്, പ്രാണനാണ് ഈശ്വരൻ. മകൻ പ്രാണനെ അറിയാൻ വേണ്ടി ശ്രമിച്ചു, പ്രാണായാമ പ്രക്രിയയിൽ കൂടി സഞ്ചരിച്ചു. ഗുരുനാഥൻ പറഞ്ഞു, നീ 2 കാര്യത്തെക്കുറിച്ച് പഠിച്ചല്ലോ, എന്നാ ഞാൻ ഈശ്വരനെ കുറിച്ച് പറയാം. എന്താണ് ഈശ്വരൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, മനസ്സാണ് ഈശ്വരൻ. ഇപ്പൊ ശിഷ്യൻ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുര്യാവസ്ഥ, കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് മൈൻഡുകളെ കുറിച്ചിട്ട് ഇങ്ങനെ ശിഷ്യൻ മനസ്സിന്റെ തലത്തിലേക്ക്, മനോമയ കോശത്തിലേക്ക് ശിഷ്യൻ ഇറങ്ങിച്ചെന്നു. ഇപ്പൊ ശിഷ്യന് മനസ്സിലായി, മനസ്സല്ല ഈശ്വരൻ. എന്താണ് ഈശ്വരൻ? ഇപ്പൊ ഗുരുനാഥൻ പറഞ്ഞു, നീ എല്ലാ കാര്യങ്ങളും പഠിച്ചല്ലോ. പറഞ്ഞ് പഠിച്ചു. എന്നാൽ ഞാൻ പറയുകയാണ്, ബുദ്ധി അഥവാ ജ്ഞാനമാണ് ഈശ്വരൻ. ശിഷ്യന്റെ ബുദ്ധി ഉണർന്നു, ജ്ഞാനത്തെ അറിയാൻ തുടങ്ങി. ജ്ഞാനത്തെ അറിയാൻ തുടങ്ങിയ സമയത്ത് അതുവരെ കിട്ടാതിരുന്ന പല സംശയങ്ങൾക്കും ഉത്തരം ലഭിച്ചു. അപ്പോൾ വീണ്ടും പോയി
ഗുരുനാഥനോട് ചോദിച്ചു എന്താണ് ഈശ്വരൻ. അപ്പൊ ഗുരുനാഥൻ പറയാണ് ആനന്ദമാണ് ഈശ്വരൻ. അപ്പൊ ശിഷ്യൻ ആനന്ദത്തെ അനുഭവിക്കാൻ തുടങ്ങിയതാണ്. ആനന്ദത്തെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന് മനസ്സിലായി ഇത് തന്നെയാണ് ഈശ്വരൻ, ആനന്ദമാണ് ഈശ്വരൻ എന്ന് ശിഷ്യൻ മനസ്സിലാക്കിയെന്നാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആനന്ദമാണ് ഈശ്വരൻ. ദക്ഷൻ പരമേശ്വരനെ അപമാനിച്ചു. സതി എവിടേക്ക് പോയി? സതി അഗ്നിയിലേക്ക് പോയി. അതാണ് ദക്ഷയാഗത്തിന്റെ പ്രധാനപ്പെട്ട കഥ. ഇവിടെ മഹാദേവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശാന്തസ്വരൂപിയാണ്, രൗദ്രസ്വരൂപിയാണ്. മഹാദേവൻ ശാന്തസ്വരൂപിയാണ്, രൗദ്രസ്വരൂപിയാണ്. മഹാദേവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാണ്ഡ വ്യാപ്തദേഹ. ഭവതുമേ ശിവാഭ്യാമസ്തോഗത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർ ഭവാഭ്യാം ആനന്ദസ്ഫുരതനുഭവാഭ്യാം നതിരീയം. ഇതാണ് ശിവാനന്ദ ലഹരി. അന്യോന്യം തപസ് ചെയ്ത് യോജിപ്പിക്കപ്പെട്ടവരാണ് ആര്? പാർവതി പരമേശ്വരന്മാര്. മനസ്സിൽ ധ്യാനിക്കുന്ന സമയത്ത് മൂർത്തിയായി പ്രത്യക്ഷപ്പെടുന്നയാളാണ് മഹാദേവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആനന്ദസ്ഫുരതനുഭവാഭ്യാം, ആനന്ദത്തോടെ പ്രകാശിക്കുന്ന സ്വരൂപജ്ഞാനത്തോടു കൂടിയവനാണ് മഹാദേവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശിവാഭ്യാം, ശിവാഭ്യാം എന്ന് പറഞ്ഞാൽ പാർവതി പരമേശ്വരന്മാരായിക്കൊണ്ട് അവിടുത്തെ ഞങ്ങൾ നമസ്കരിക്കുകയാണ്. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താ പ്രാർത്ഥിക്കാറ്? മാതാച പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭവനത്രയം. ഇവിടെ നമ്മളോട് പറയാണ്, നമ്മുടെ അച്ഛൻ ആര് എന്ന് ചോദിച്ചാൽ മഹാദേവൻ എന്നാണ് നോർത്തിലുള്ളവർ പറയാം. നമ്മുടെ അമ്മ ആര് എന്ന് ചോദിച്ചാൽ പാർവതി എന്നാ പറയാ. നമുക്ക് എന്താ കാരണം? എന്താന്ന് മനസ്സിലായില്ല. ഇത് നമ്മളൊന്ന് ഓർമ്മിക്കണം. ഹിമാലയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ചെയ്തതുപോലെ ചെയ്താൽ മതി. ജാമ്പവാൻ എന്താ ചെയ്തത്? ജാമ്പവാൻ ജാമ്പവതിയെ കൊടുത്തു, സെമന്തകവും കൊടുത്തു. ഇപ്പൊ സത്രാജിത്ത് എന്താ ചെയ്തത്? നേരെ സത്യഭാമയെ കൊടുത്തു, സെമന്തകവും കൊടുത്തു. ഇങ്ങനെ വിവാഹം കഴിച്ചു. ദ്വാരകയിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ കാളിന്തിയെ വിവാഹം കഴിച്ചു. അനുരാഗവതിയായിട്ടുള്ള മിത്രവിന്ദയെ അവിടെ വെച്ച് തന്നെ വിവാഹം ചെയ്തു. നഗ്നജിത്തിന്റെ പുത്രിയായ സത്യയെ വിവാഹം ചെയ്തു. പിന്നീട് ലക്ഷ്മണയെ വിവാഹം ചെയ്തു. അവസാനം ഭദ്രയെ വിവാഹം ചെയ്തു. ഇപ്രകാരം രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, പിന്നീട് സത്യ, ലക്ഷ്മണ, ഭദ്ര, ഇങ്ങനെ 8 വർഷേസ്മിൻ ക്ഷേമായ സുസ്ഥീനടാം ധർമ്മജ്ഞാനശമോപേദം ആകൽപാദ സ്ഥിതസ്തവാം തത്രോപവിഷ്ടം ഋഷിഭിः കലാപഗ്രാമവാസിഭിः പരീതം പ്രദോ പൃച്ഛത് ഇദമേവ കുരുതുഃ തസ്മൈ ഹ്യവോചത് ഭഗവാൻ ഋഷീണാം ശരണദാമിദാം യോ ബ്രഹ്മോദാ പൂർവേഷാം ജനലോകവാസിനാം ശ്രീ ഭഗവാനുവാചാം സ്വയം ബ്രഹ്മസത്രം ജനലോകേ ഭവത്പുരാം തത്രസ്ഥാനം മനസ്സാനാം മുനീനാം മൂർധനേന സംശയതദ്ദീപം ഗതോദീപ്തൈ ദൃഷ്ടം തദീശ്വരം ബ്രഹ്മവാദ സുസംവൃത്താം ശ്രുതിയോ യത്ര ശേരതേ തത്ര ഹായം അഭൂത് പ്രശ്നത്വം മാം യമന പൃച്ഛസീം തുല്യശ്രുത തപശീല തുല്യസീയാരീ മധ്യമാം അഭിചക്രോ പ്രവചനമേകം ശുശ്രൂഷമോപരേ സനന്ദനോവാച സ്വസനിഷ്ടമിതമാപീയ ശയാനം സശക്തിഭിः തദന്തേ മോദയാൻ ചക്രുത്തല്ലിംഗേ ശ്രുതയപരാം യഥാ ശയാനം സമ്രാജ്യം വന്ദന തത്പരാക്രമേ പ്രത്യുഷേഭേത്യ സുശ്ലോകേ മോദയന്ത്യജീവിനാം ശ്രുതയോവാച ജയ ജയ ജഹ്യജാമജിതദോഷഗൃഭീതഗുണാം ത്വമസി യഥാത്മനാ സമവരുദ്ധ സമസ്തഭഗാം അഗജഗദോകസാം അഖില ശക്ത്യവബോധകതേ. വേണ്ടി അനവധി സ്ഥലങ്ങൾ സന്ദർശിക്കുക. കേരളം മാത്രമല്ല, മറ്റ് പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കുക. അങ്ങനെ ഇദ്ദേഹം എല്ലാ ഭാഗത്തും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ ഇങ്ങനെ നിരന്തരം പറഞ്ഞു, വിവാഹം കഴിക്കണം, വിവാഹം കഴിക്കണം, വിവാഹം
വിവാഹം കഴിക്കണം പറഞ്ഞു. നിങ്ങൾ ഉച്ചയാകുമ്പോൾ വീണ്ടും ചോദിച്ചു ചോറുണ്ടോ. യയോ നാരായണാശ്രമം യോഗി ഭാരതവർഷേസ്മിൻ ക്ഷേമായ സ്വസ്തി നടാം ധർമ്മജ്ഞാനശമോപേദം ആകൽപാദ സ്ഥിതസ്തവ തത്രോപവിഷ്ടം ഋഷിഭിക്കലാപഗ്രാമവാസിഭി പരീതം പ്രദോ പൃച്ഛത് ഇതമേവ കുരുദ്വഹ തസ്മൈ ഹ്യവോചത് ഭഗവാൻ ഋഷീണ. ദ്വാരകയിലെത്തിയ സമയത്ത് സർവത്ര പൂത്തു നിൽക്കുന്ന സുന്ദര ഉദ്യാനങ്ങള്, ഭഗവാന്റെ കൊട്ടാരം, ഇതൊക്കെ നാരദ മഹർഷി കണ്ടു. അപ്പൊ നാരദൻ വിചാരിച്ചു ഇപ്പൊ ഉള്ളത് ഇയാള് രുക്മിണിയുടെ കൊട്ടാരത്തിലാണ്. അപ്പൊ നാരദൻ ഭഗവാനെ പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. പരീക്ഷിക്കാൻ ശ്രമിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? നാരദൻ തന്നെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ഭഗവാന്റെ മായ എത്രമാത്രം വലുതാണ് എന്ന് പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കില്ല എന്നാണ്. ഭഗവാന്റെ മായ എത്രമാത്രം വലുതാണ് എന്ന് പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കില്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് സുദാമാവിന്റെ ചരിതമാണ് ഇവിടെ പറയുന്നത്. വൈകുന്നേരമാകുമ്പോൾ പറയും. ആ സുദാമാവിന് ഏറ്റവും വിശേഷപ്പെട്ടത് അവിൽപ്പറയാണ്. അത് മാത്രമല്ല, അവര് കുഴച്ചതാണ് ഇന്ന് ഭഗവാന്റെ നിവേദ്യം. ആ ഭഗവാന്റെ മുന്നിൽ അവിൽപ്പറ നിറയ്ക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നാരായണ രംഗരംഗ വിഠല വിഠല ഗോവിന്ദ വിഠല ഗോപാല വിഠല ഗോവിന്ദ വിഠല ഗോപാല വിഠല ഗോവിന്ദ വിഠല ഗോപാല വിഠല ഗോവിന്ദ വിഠല ഗോപാല വിഠല ശ്രീരംഗ വിഠല പാണ്ഡുരംഗ വിഠല ശ്രീരംഗ വിഠല പാണ്ഡുരംഗ വിഠല बोलो नारायण जय जय विठ्ठल बोलो नारायण जय जय विठ्ठल बोलो नारायण जय जय विठ्ठल लक्ष्मी नारायण रंग रंग विठ्ठल लक्ष्मी नारायण रंग रंग विठ्ठल लक्ष्मी गोविंद विठ्ठल गोपाल विठ्ठल गोविंद विठ्ठल गोपाल विठ्ठल गोविंद विठ्ठल गोपाल विठ्ठल गोविंद विठ्ठल गोपाल विठ्ठल हरे जय कृष्ण हरे കുഞ്ഞിച്ചിരം വിട്ടു പിച്ച വച്ചു കുഞ്ഞിക്കണ്ണൻ വന്നു മാമുണ്ണനെ കുഞ്ഞിക്കിണ്ണം തന്നിൽ വെണ്ണ കൂട്ടി കുഞ്ഞിയുരുള ഉരുട്ടിത്തരാം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ പുരാരേ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വരിയായി വന്ന് സ്വാർത്ഥം
ദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ സിദ്ധി കുട്ടികളെ ഒന്ന് കൈകൂപ്പിക്കണോ, പച്ചയാക്കരുത്, കൈകൂപ്പിക്കണം. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീത മേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം ജയ ഭാഗവത ജയ ജയ ഭാഗവത കൃഷ്ണ രാധാ കൃഷ്ണ ബാലചന്ദ്ര നീലകേശം ചെല്ലിവല്ലി മാതല്ലികൾ പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഹരി ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ ഭഗവതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യജ്ഞം നാളെ 7-ാം ദിവസമാണ്. ഉച്ചയോടുകൂടി നമ്മുടെ അവസാനിക്കുന്നതാണ്. നാളെ എല്ലാ ഭക്തജനങ്ങളും 30 തന്നെ കുടുംബസമേതം ക്ഷേത്രത്തിൽ എത്തിച്ചേരണം. നാളെ പൂർണ്ണസമയം എല്ലാവരും ക്ഷേത്രത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഭാഗവത സപ്താഹ സമർപ്പണ ദിവസമാണ്. നാളെ ഉച്ചയോടുകൂടി സമാപനമാണ്. എല്ലാവരും കുടുംബസമേതം എത്തുമല്ലോ. ആറാം ദിവസമായ ഇന്ന് നെല്ലേരിയപ്പൻ്റെ ഉദാരമതികളായ 3 ഭക്തന്മാർ ചേർന്ന് സമർപ്പിച്ചതാണിത്. അവർക്ക് നെല്ലേരിയപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.